അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഹബീബുമാരെ, ഇസ്ലാമിൽ ചില കാര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം ചില കാര്യങ്ങളെ വളരെ ശക്തമായും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായിട്ടും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുസൽമാന്റെ വസ്ത്രധാരണം. എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമിന്റെ വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്, എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നെല്ലാം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദം സന്തതികളെ, നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ അഥവാ ഔറത്ത് മറക്കാനുതകുന്ന വസ്ത്രവും അലങ്കാര വസ്ത്രവും നൽകിയിരിക്കുന്നു. ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രമാകട്ടെ അതാണ് ഏറ്റവും കൂടുതൽ ഉത്തമമായത്. അവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിക്കുന്ന തെളിവുകളിൽ പെട്ടതത്രേ അത് എന്ന് അള്ളാഹു തആല സൂറത്തു അറാഫില് 26-ാമത്തെ ആയത്തായിട്ട് പറയുന്നുണ്ട്. ഭക്ഷണപാനീയങ്ങളെ പോലെ തന്നെ മനുഷ്യന്റെ ജീവിതാവശ്യങ്ങളിൽ അനിവാര്യമായ ഒന്നാണ് നഗ്നത മറക്കാൻ ആവശ്യമായ വസ്ത്രം. ഇതര ജീവി വർഗങ്ങളിൽ നിന്ന് മനുഷ്യവർഗത്തെ വേർതിരിക്കുന്ന ജീവിതാവശ്യങ്ങളിൽ ഒന്നാണ് വസ്ത്രം. وَجَعَلَ لَكُمْ سَرَابِيلَ تَقِيكُمُ الْحَرَّ وَسَرَابِيلَ تَقِيكُمْ بَأْسَكُمْ كَذَلِكَ يُتِمُّ نِعْمَتَهُ عَلَيْكُمْ لَعَلَّكُمْ تُسْلِمُونَ. നിങ്ങളെ ചൂടിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ഉടുപ്പുകളും നിങ്ങൾ അന്യോന്യം നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന കവചങ്ങളും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ശരിയാണ്. അപ്രകാരം അവന്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നു. നിങ്ങൾ അവന് കീഴ്പ്പെടുന്നതിന് വേണ്ടി, വഴിപ്പെടുന്നതിന് വേണ്ടി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏതൊരു വസ്ത്രമായാലും ആ വസ്ത്രം കൊണ്ട് നമുക്ക് അനുഗ്രഹം ലഭിക്കണം. അബൂ അഹ്വസ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അദ്ദേഹം പറയുന്നു, ഞാനൊരു മോശം വസ്ത്രം ധരിച്ച് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. മോശമായ വസ്ത്രമാണ്. അങ്ങനെ ചെന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ. ഉടനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് രീതിയിലുള്ള സമ്പത്താണ്? അയാൾ പറഞ്ഞു, ആ സ്വഹാബി പറയുകയാണ്, ഒട്ടകങ്ങൾ, അതുപോലെ തന്നെ ആടുകൾ, കുതിരകൾ, അടിമകൾ തുടങ്ങിയ എല്ലാം ഉണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, അള്ളാഹു താങ്കൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും ഔദാര്യത്തിന്റെയും അടയാളം താങ്കളിൽ കാണപ്പെടട്ടെ എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ അൻ അംരി ബിൻ ശുഐബിൻ റളിയല്ലാഹു അൻഹു അൻ അബീഹി അൻ ജദ്ദിഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. ഇത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസ് കൂടിയാണ്. വളരെ കേൾക്കാൻ ഒരു ഇമ്പമുള്ള ഹദീസ് കൂടിയാണ്. അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. എന്താണ് പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല തന്റെ ദാസന് നൽകിയ അനുഗ്രഹങ്ങൾ അവനിലൂടെ കാണപ്പെടുന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഒരാൾക്ക് എന്ത് ചെയ്തു? ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ആ അനുഗ്രഹങ്ങൾ ആ അടിമയിലൂടെ, ആ ഒരു വ്യക്തിയിലൂടെ അല്ലാഹു കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കൂടിയാണ്. മറ്റൊരു കാര്യം, വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ധൂർത്ത് പാടില്ല, അമിതമായി. ഈ ധൂർത്ത് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, പ്രത്യേകിച്ച് വസ്ത്രത്തിന്റെ കാര്യത്തിൽ. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുലു വശ്റബു വൽബസു വതസദ്ദഖു ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമിത വ്യയവും ധൂർത്തും ഇല്ലാതെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും വസ്ത്രം ധരിക്കുകയും സ്വതക്ക നിർവഹിക്കുകയും ചെയ്യുക. അപ്പം അമിതമായിട്ട് ചെയ്യുന്നതിനെ തൊട്ട് എന്ത് ചെയ്യുക? പ്രത്യേകം
സൂക്ഷിക്കുക. വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് അതിൽ വസ്ത്രത്തിന് വേണ്ടിയിട്ട് ധൂർത്തായിട്ട് ചെലവഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല വസ്ത്രം ധരിക്കുക. അതൊരു അഹങ്കാരമല്ല, നല്ല വസ്ത്രം ധരിക്കുക. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ഖാല റജുലുൻ ഇന്ന الرجل يحب أن يكون ثوبه حسنا ونعله حسنا. قال إن الله جميل يحب الجمال الكبر بطر الحق وغمط الناس. എന്താ പറഞ്ഞത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര് ഹൃദയത്തിൽ അണു അളവ് അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിച്ചു, ഒരാൾ തന്റെ വസ്ത്രവും ചെരുപ്പും ഭംഗിയുള്ളതാകണമെന്ന് ആഗ്രഹിക്കുന്നത് അഹങ്കാരത്തിൽ പെട്ടതാണോ നബിയെ? ഉടനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനും കൂടിയാണ്. സത്യം നിരാകരിക്കലും ആളുകളെ കൊച്ചാക്കലുമാണ് അഹങ്കാരം. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യം നിരാകരിക്കുക, സത്യത്തെ നിഷേധിക്കുക, പിന്നെയോ ആളുകളെ ചെറുതായി കാണുക. അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, വസ്ത്രധാരണത്തിൽ വിനയം വേണം. മഹാനായ മുആദ് ബിനു അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മൻ തറക്കൽ ലിബാസ തവാളുഅൻ ലില്ലാഹി വഹുവ യഖ്ദിറു അലൈഹി ദഅഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഖലായിഖി ഹത്താ യുഖയ്യിറഹു മിൻ അയ്യി ഹുലലിൽ ഈമാനി ശാഅ യൽബസുഹാ. മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രീതിക്കായി വിനയം കാണിച്ചുകൊണ്ട് ആഡംബര രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അന്ത്യനാളിൽ അല്ലാഹു തആല അദ്ദേഹത്തെ സൃഷ്ടികളുടെ നേതൃത്വത്തിൽ കൊണ്ടുവരികയും സത്യവിശ്വാസത്തിന്റെ ഉടയാടകളിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ടത് തെരഞ്ഞെടുത്ത് ധരിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യും. ഇതും തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇങ്ങനെ തുടങ്ങി വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം വളരെ വ്യക്തമായും ഗണ്ണിതമായും പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നാഥൻ ഒരുപാട് പഠിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.